നമസ്കാരം, എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കഴിഞ്ഞ വർഷം നടന്ന 2024 LSGSന്റെ പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണിത്. ഇതിനകത്തെ 21, 22 നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ 21ഉം 22ഉം ചോദ്യങ്ങൾ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുകയാണ്. ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല. അപ്പം ഈ തൊട്ടടുത്ത് നടന്നിട്ടുള്ള ഡിഗ്രി ലെവൽ എക്സാംസിന്റെ പ്രത്യേകിച്ച് പ്രിലിംസിന്റെ എല്ലാം തന്നെ ക്വസ്റ്റ്യൻ പേപ്പറും അത് വന്ന ഏരിയയും റിലേറ്റഡ് ഫാക്ട്സും ഒക്കെ നോക്കിയിട്ട് പോകുന്നത് അടുത്ത വരാൻ പോകുന്ന എക്സാമിന് വളരെയധികം ഉപകരിക്കും. സോ ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം നോക്കാം. 1949 നവംബർ 26 മുതൽ പ്രാബല്യത്തിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയുടെ താഴെ പറയുന്ന വ്യവസ്ഥകളിൽ ഏതാണ്? ക്വസ്റ്റ്യൻ കണ്ടല്ലോ. പലപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇംഗ്ലീഷ് മീഡിയം പഠിക്കണോ മലയാളം മീഡിയം പഠിക്കണോ എന്ന്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് നോക്കിക്കേ. 49 നവംബർ 26 മുതൽ പ്രാബല്യത്തിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയുടെ താഴെ പറയുന്ന വ്യവസ്ഥകളിൽ ഏതാണ്? ഇത് ശരിക്കും ഇംഗ്ലീഷ് അവര് ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. ഗ്രാമർ ഒക്കെ തന്നെ തെറ്റാണ്. അതുകൊണ്ട് മാക്സിമം നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, സമയം ലാഭിക്കണമെന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും ദയവ് ചെയ്ത് ഇംഗ്ലീഷിലേക്ക് കുറച്ചൊരു കംഫർട്ടബിൾ ആക്കി മാറ്റാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കുറെ സമയം നമുക്ക് അവിടെ ലാഭിക്കാൻ പറ്റും. ആവശ്യമില്ല ചോദ്യം വായിച്ചിട്ട് നമുക്ക് കൺഫ്യൂഷൻ ഒഴിവാക്കാം. അപ്പൊ നമുക്ക് ഇംഗ്ലീഷും കൂടെ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 21. വിച്ച് എമംഗ് ദി ഫോളോയിങ് പ്രൊവിഷൻസ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ഗിവൺ എഫക്റ്റീവ് ഫ്രം നവംബർ 26, 1949? 1949 നവംബർ 26 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് കുറച്ച് പ്രൊവിഷൻസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് എഫക്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് താഴെ പറയുന്നതിനകത്ത് ഏതാണ് ആ എഫക്റ്റിൽ വന്നത്, ഈ ഡേറ്റിൽ എഫക്റ്റിൽ വന്നത്? ശരിക്കും നമുക്കറിയാം 1950 ജനുവരി 26 ശരിക്കും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ അംഗീകാരം കിട്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡേറ്റിന് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ എഫക്റ്റിൽ വന്നുള്ളൂ. അതായത് ഒരു വർഷം മുമ്പാണ്, ഒരു വർഷം ഇല്ല, കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഈ കാര്യങ്ങൾ വന്നിരിക്കുന്നത്. അത് ഏതൊക്കെ കാര്യങ്ങളാണെന്നാണ് ചോദ്യം. ഫണ്ടമെന്റൽ റൈറ്റ്സ്, DPSP, സിറ്റിസൺഷിപ്പ്, എമർജൻസി പ്രൊവിഷൻസ്. ഇത് വന്നിരിക്കുന്നത് ലക്ഷ്മികാന്തിന്റെ ടെക്സ്റ്റ് ബുക്കിനകത്ത് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ഇത് എവിടെയാണെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. ലക്ഷ്മികാന്തിന്റെ ടെക്സ്റ്റ് ബുക്കിൽ ഇത് എവിടെയാണെന്ന് കൃത്യമായി കാണിച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് നോക്കാം. ഇവിടെ നോക്കാം, എൻഫോഴ്സ്മെന്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് ഇത് കൃത്യമായി കിടപ്പുണ്ട്. സം പ്രൊവിഷൻസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ പെർട്ടൈനിങ് ടു സിറ്റിസൺഷിപ്പ്, ഇലക്ഷൻ, പ്രൊവിഷണൽ പാർലമെന്റ്, ടെമ്പററി ആൻഡ് ട്രാൻസിഷണൽ പ്രൊവിഷൻസ്, ഷോർട്ട് ടൈറ്റിൽ contained in Article 5, 6, 7, 8, 9, 60, 324, 366, 367, 379, 380, 388, 391, 392, 393 came into force on November 26, 1949 itself. അപ്പം ഇവിടെ തന്നെ ആൻസർ ഉണ്ട്. കണ്ടല്ലോ, സിറ്റിസൺഷിപ്പ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. സോ ഓപ്ഷൻ സി ആണ് ആൻസർ. നമുക്ക് ഇവിടേക്ക് ശ്രദ്ധിക്കാം. ഇവിടെ നവംബർ 26, 1949 വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം എഫക്റ്റിലേക്ക് വന്നു. അതിനകത്ത് ഒന്ന് പൗരത്വമാണ്, സിറ്റിസൺഷിപ്പ് ആണ്. ദെൻ ഇലക്ഷൻ, നമ്മുടെ തെരഞ്ഞെടുപ്പ്. പ്രൊവിഷണൽ പാർലമെന്റ്, ഒരു ടെമ്പററി പാർലമെന്റിന്റെ ആവശ്യം, അല്ലെങ്കിൽ ടെമ്പററി പാർലമെന്റ്. അതുപോലെ ടെമ്പററി ആൻഡ് ട്രാൻസിഷണൽ പ്രൊവിഷൻസ്. നമുക്ക് പുതിയൊരു നിയമം മാറ്റി പഴയൊരു നിയമം മാറ്റിയിട്ട് പുതിയൊരു നിയമം വരുന്ന സമയത്ത് നമുക്ക് അതുമായിട്ട് അഡാപ്റ്റ് ആയി വരാൻ കുറച്ച് സമയം എടുക്കും. അതിനെ പറ്റിയിട്ട് അതുപോലെ ഒരു ഷോർട്ട് ടൈറ്റിൽ കണ്ടെയ്ൻ ഇൻ ആർട്ടിക്കിൾ, ഏതൊക്കെ ആർട്ടിക്കിൾസിലാണെന്നുള്ളത് കൃത്യമായി ഇവിടെ പറയുന്നുണ്ട്. ഇതെല്ലാം തന്നെ വന്നത് നവംബർ 26, 1949 എന്നാൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, മറ്റ് റിമൈനിങ് പ്രൊവിഷൻസ്, ഇപ്പൊ ഇതിനകത്ത് തന്നെ തന്നിട്ടുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയിക്കോട്ടെ, DPSP ആയിക്കോട്ടെ, അതുപോലെ എമർജൻസി പ്രൊവിഷൻസ് ആയിക്കോട്ടെ, ഇതെല്ലാം മേജർ ആയിട്ട് വരുന്ന ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ ഫോഴ്സിൽ വരുന്നത് 1950 ജനുവരി 26 ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? നമുക്കറിയാം, റിപ്പബ്ലിക് ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ജനുവരി 26 ശരിക്കും ബാക്കി കാര്യങ്ങളെല്ലാം ഫോഴ്സിലേക്ക് വരികയും അത് എഫക്റ്റിലേക്ക് ആക്കുകയൊക്കെ ചെയ്തത്. ഓക്കെ, അവിടെ കൃത്യമായി ഓർത്തു വെച്ചേക്കുക എന്തൊക്കെയാണ് ഇതിന് മുൻപ് വന്നത്, ബാക്കി എന്തൊക്കെ അതിന് ശേഷം വന്നു എന്നുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പൊ നോക്കിക്കേ, ജനുവരി 26 നമ്മൾ എന്താ വിളിക്കുന്നത്? നമ്മൾ പറഞ്ഞു റിപ്പബ്ലിക് ഡേ ആണ്. ഇതിനെ സ്പെസിഫിക്കലി ചൂസൺ ആസ് ദ ഡേറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ്. ആ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് എല്ലാവർക്കും അറിയാം. ജനുവരി 26 കാര്യം എന്താ? 1930
പൂർണ്ണ സ്വരാജ് ഡേ എന്ന് പറയുന്ന ഒരെണ്ണം നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലാഹോർ സെഷൻ 1929 ഡിസംബറിൽ നടന്ന ലാഹോർ സെഷന്റെ ഭാഗമായിട്ട്, അവരുടെ റെസൊല്യൂഷന്റെ ഭാഗമായിട്ട്, INCയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ റെസൊല്യൂഷന്റെ ഭാഗമായിട്ട് 1930 ജനുവരി 26 നമ്മൾ പൂർണ്ണ സ്വരാജ് എന്ന് പറയുന്ന രീതിയിൽ ആഘോഷിച്ചത്. ആ ഒരു ദിവസം വെച്ചിട്ടാണ് ജനുവരി 26, 1950 എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷന്റെ കമൻസ്മെന്റും അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ റിപ്പബ്ലിക് ഡേ ഒക്കെ ആഘോഷിക്കുന്നത്. അത് കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കാം. ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വന്നതോടുകൂടി ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഓഫ് 1947 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഒക്കെ തന്നെ അതൊക്കെ എന്താണ് റിപ്പീൽ ചെയ്യപ്പെടുകയും അവിടെ ഒരു കാര്യം കണ്ടിന്യൂ ചെയ്തു, അബോളിഷൻ ഓഫ് പ്രിവി കൗൺസിൽ ജൂറിസ്ഡിക്ഷൻ ആക്ട് 1949. ഈ ആക്ടും കൃത്യമായി പഠിച്ചു വെക്കണം. ഇത് മാത്രം കണ്ടിന്യൂ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പൊ ക്വസ്റ്റ്യന്റെ ആൻസർ കൃത്യമായി ഇവിടെ കിടപ്പുണ്ട്. ഇവിടെ നിങ്ങൾ ഈ ഒരു സെക്ഷൻ മാത്രം കൃത്യമായി ഒന്ന് വായിക്കുക. തൊട്ടു മോളോട്ട് നോക്കുവാണെങ്കിൽ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എനാക്ട്മെന്റിനെ പറ്റിയിട്ട് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം മാത്രം ജസ്റ്റ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പോകാം. ഡോക്ടർ BR അംബേദ്കർ അതിന്റെ ഫൈനൽ ഡ്രാഫ്റ്റ്, കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫൈനൽ ഡ്രാഫ്റ്റ് അസംബ്ലിയിൽ അവതരിപ്പിക്കുന്നത്, ഫസ്റ്റ് റീഡിംഗ് ചെയ്തത് 1948 നവംബർ 4 അസംബ്ലിയുടെ ഒരു ജനറൽ ഡിസ്കഷന് ശേഷം 5 ദിവസത്തിന് ശേഷം 1948 നവംബർ 9 എന്താണ് ഒരു ജനറൽ ഡിസ്കഷൻ വെക്കുന്നു. അതിനുശേഷം ഒരു സെക്കൻഡ് റീഡിങ്, അതിന്റെ ക്ലോസ് ബൈ ക്ലോസ് കൺസിഡറേഷനിൽ വായിക്കാൻ തുടങ്ങുന്നത് നവംബർ 15. കേട്ടെ, നവംബർ 4 ആദ്യം വായിച്ചു, അതിനുശേഷം 5 ദിവസം ജനറൽ ഡിസ്കഷനൊക്കെ ശേഷം ഒരു 9 തൊട്ട് ഒരു 5 ദിവസത്തിന് ശേഷം സെക്കൻഡ് റീഡിംഗ് ഉണ്ടാവുന്നത്. അത് ക്ലോസ് ബൈ ക്ലോസ് കൺസിഡറേഷനിൽ വായിക്കുന്നത് നവംബർ 15 തൊട്ടാണ്. നവംബർ 17 വരെ വായിക്കുകയും ചെയ്തു. എന്നാ 1949 അതിനുശേഷം ഡ്യൂറിംഗ് ദിസ് സ്റ്റേജ് മെനി ആസ് 7653 അമെന്റ്മെന്റ് പ്രപ്പോസ് ചെയ്യുകയും 2473 ഡിസ്കസ് ചെയ്യുകയും ചെയ്തു അസംബ്ലിയിൽ. അങ്ങനെ തേർഡ് റീഡിംഗ് വരുന്നത് നവംബർ 14, 1949 ഓക്കെ. ആ തേർഡ് റീഡിങ്ങിന്റെ ഡേറ്റ്, ഫസ്റ്റ് റീഡിങ്ങിന്റെ ഡേറ്റും ഒക്കെ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് നോക്കി വെക്കുക. ദ മോഷൻ ഓൺ ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ഡിക്ലെയർഡ് ആസ് പാസ്ഡ് ഓൺ നവംബർ 26. നവംബർ ഇപ്പൊ നമ്മൾ പറഞ്ഞ ഡേറ്റ് ആണ് 1949 ആൻഡ് റിസീവ്ഡ് ദ സിഗ്നേച്ചർ ഓഫ് ദ മെമ്പേഴ്സ് ആൻഡ് ദ പ്രസിഡന്റ്. അപ്പൊ ഈ ഒരു ഡേറ്റിലാണ് 1949 നവംബർ 26 ഡ്രാഫ്റ്റ് വെക്കുകയും അതിനുശേഷം മെമ്പേഴ്സിന്റെ സിഗ്നേച്ചറും പ്രസിഡന്റിന്റെ ഒക്കെ കിട്ടി. ഈ ഡേറ്റിലാണ് നമ്മൾ ഇച്ചിരി മുമ്പേ പറഞ്ഞ സിറ്റിസൺഷിപ്പ് ഒക്കെ എഫക്റ്റിൽ വന്നു എന്ന് പറഞ്ഞില്ലേ, ആ ഡേറ്റ് ആണത്. അങ്ങനെ 299 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. അതിനകത്ത് 284 പേര് അവിടെ പ്രസന്റ് ആവുകയും ആ കോൺസ്റ്റിറ്റ്യൂഷനിൽ അവർ സൈൻ ചെയ്യുകയും ചെയ്തു. ഇതാണ് നമ്മൾ പ്രിയാമ്പിളിൽ നോട്ട് ചെയ്തിരിക്കുന്ന ഡേറ്റ്. ഏത്? നവംബർ 26, 1949. അപ്പം ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് അഡോപ്റ്റഡ് ഓൺ നവംബർ 26, 1949 കണ്ടെയ്ൻഡ് എ പ്രിയാമ്പിൾ. കൃത്യമായി ഓർത്ത് വെച്ചു, ഒരു പ്രിയാമ്പിൾ ഉണ്ട്, 395 ആർട്ടിക്കിളും 8 ഷെഡ്യൂളുകളുമാണ് ഉണ്ടായിരുന്നത്. അതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്നാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. അന്ന് എഫക്റ്റിൽ വന്ന ഏതൊക്കെ പ്രൊവിഷൻസ് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നതെന്നാണ് ഇപ്പൊ നമ്മളോട് ചോദ്യം ചോദിച്ചതും നമ്മൾ ആൻസർ പറഞ്ഞതും. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ചോദ്യം നോക്കാം. 22. വിച്ച് എമംഗ് ദി ഫോളോയിങ് ഫണ്ടമെന്റൽ റൈറ്റ് ഈസ് അവൈലബിൾ ടു ഫോറിനേഴ്സ്? നമ്മുടെ ഫോറിനേഴ്സിന് വേണ്ടിയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ് ഏതൊക്കെ? ഇപ്പോഴും ചിലർ ഇത് സംശയമായിട്ട് ചോദിക്കുന്നുണ്ട്, ഏതാണെന്ന് കൃത്യമായിട്ട് അറിയില്ല. ഏതാണ് വിദേശികൾക്ക് ലഭ്യമായ മൗലികാവകാശങ്ങൾ? 14, 15, 16, 19 കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെച്ചിരിക്കണം. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. എത്ര തൊട്ട് എത്ര വരെയാണെന്നൊക്കെ കൃത്യമായിട്ട് അറിയാം. പാർട്ട് 3 12 മുതൽ 35 വരെയാണ് ഫണ്ടമെന്റൽ റൈറ്റ്. ഇതറിയാൻ വയ്യാത്തവരായിട്ട് ആരും ഈ കൂട്ടത്തിലില്ല. എല്ലാവരും കാണാതെ പഠിച്ചു വെക്കുന്ന ഒരു സംഭവമാണിത്. ഇവിടെ മൗലികാവകാശങ്ങൾ എന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നതൊക്കെ എവിടുന്ന? അമേരിക്കയിൽ നിന്നാണ് അല്ലെ, യുണൈറ്റഡ് സ്റ്റേറ്റിൽ നിന്നാണ് നമ്മൾ കടമെടുത്തിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യയുടെ മാഗ്ന കാർട്ട, സ്വാതന്ത്ര്യത്തിന്റെ വിളക്ക്, അതുപോലെ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഭരണഘടനാ ഭാഗം പാർട്ട് 3 ആണ്. ഇതൊക്കെ 10th ലെവൽ എക്സാംസിന് ചോദിക്കാറുണ്ട്. അതുപോലെ മൗലികാവകാശങ്ങളുടെ ശില്പി ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ ആണെന്ന് അതും ചോദിക്കാറുള്ള ഒരു കാര്യമാണ്. മൗലികാവകാശങ്ങൾ നടപ്പാക്കാൻ നമുക്ക് എവിടെ പോവാം? സുപ്രീം കോടതിയെ നേരിട്ട് പോയി കാണാനൊക്കെ സാധിക്കും ആണല്ലോ. എന്താണ് അതിന് പറയുന്ന ഒരു പേര്? എന്താണ്? ജസ്റ്റിഷ്യബിൾ ആണ് അല്ലയോ. നമുക്ക് പോയി എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നേരിട്ട് പോയി സുപ്രീം കോടതിയെ സമീപിക്കാം. അതുപോലെ ഈ മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ, പ്രൊട്ടക്ഷൻ തരുന്നത് ആരാണ്? അപ്പം സുപ്രീം കോടതിയാണ് ആണല്ലോ. ഇത്രയും കാര്യങ്ങൾ വളരെ ബേസിക് ആയിട്ട് അറിയേണ്ടതാണ്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ചോദ്യം എന്താ? ഈ കൂട്ടത്തിൽ ഏതാണ് വിദേശികൾക്ക് ലഭ്യമായ മൗലികാവകാശം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി ഏതാണ് കിട്ടാത്തതെന്ന് ആദ്യം പറയാം. ഏതൊക്കെയാണ്
നമ്മുടെ സിറ്റിസൺസിന് മാത്രം കിട്ടുന്ന ആർട്ടിക്കിൾസ് എന്ന് ആദ്യം പറഞ്ഞാൽ കിട്ടാത്ത ഏതാണെന്നല്ലേ എളുപ്പം. അപ്പൊ 15 നമുക്ക് മാത്രമേ ഉള്ളൂ. ആർട്ടിക്കിൾ 15 നമുക്ക് മാത്രം, ആർട്ടിക്കിൾ 16 നമുക്ക് മാത്രം, ആർട്ടിക്കിൾ 19 ഒരു 6 കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് മാത്രം, ആർട്ടിക്കിൾ 29 നമുക്ക് മാത്രം, ആർട്ടിക്കിൾ 30 നമുക്ക് മാത്രം. 15, 16, 19, 29, 30 ഇതെല്ലാം സിറ്റിസൺസിന് മാത്രമുള്ളതാണ്. സോ ഇവിടെ ഉള്ള ഒരേ ഒരു ഓപ്ഷൻ ആർട്ടിക്കിൾ 14 ആണ്. നമുക്ക് നോക്കാം, വിശദമായിട്ടൊന്ന് നോക്കാം എന്തൊക്കെയാണെന്ന്. അപ്പം ആർട്ടിക്കിൾ 14 ആർക്കും ഉണ്ട്, ഫോറിനേഴ്സിനും കൊടുക്കും. എന്താണ് ആർട്ടിക്കിൾ 14 പറയുന്നതെന്ന് കൃത്യമായിട്ടൊന്ന് ഓർത്തു വെച്ചേക്കാം. നമുക്കറിയാം ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ ഇക്വാലിറ്റിക്കുള്ള റൈറ്റാ പറയുന്നത്, തുല്യത അല്ലെ സമത്വത്തിനുള്ള അവകാശം എന്നാണ് പറയുന്നത്. 14 എന്താ പറയുന്നത്? നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ്, അത് ആർക്കും ഉണ്ട്, ഫോറിനേഴ്സിന് നമ്മൾ കൊടുക്കും. ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന് പറയുന്നത് ആർക്കും കൊടുക്കും, ഫോറിനേഴ്സിനും കൊടുക്കുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നിയമസമത്വവും തുല്യ നിയമ സംരക്ഷണവും നമ്മൾ എവിടെയും കൊടുക്കും, ഫോറിനേഴ്സിനും കൊടുക്കും, നമുക്കും തരും. അതുപോലെ ഓപ്ഷൻ ബി ഒന്ന് ശ്രദ്ധിച്ചേ, അതിന്റെ 15ാമത്തത് ബി മീൻസ് ഇവിടെ ആർട്ടിക്കിൾ 15 പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ഗ്രൗണ്ട് ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ് ഓർ പ്ലേസ് ഓഫ് ബർത്ത്. ഇത് നമ്മൾ എല്ലാവർക്കും കൊടുക്കുന്നതല്ല. വിവേചനം പാടില്ല, മതം, ജാതി, വർഗം, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ആർക്കും ഒരു തരത്തിലും വിവേചനം പാടില്ല എന്ന് പറയുന്നത് 15 ആണ്. ഇത് ആർക്ക് മാത്രമേ ഉള്ളൂ, നമുക്ക് മാത്രമേ ഉള്ളൂ. ആർട്ടിക്കിൾ 16 ഇപ്പൊ നമ്മൾ പറഞ്ഞു 15ഉം 16ഉം 19ഉം അടുപ്പിച്ച് ഓർത്ത് വെച്ചേക്കാം, ആർക്ക് മാത്രം, നമുക്ക് മാത്രം. അപ്പൊ 16ാമത്തെ എന്താ പറയുന്നത്? പൊതു നിയമനം, നമ്മുടെ ഗവൺമെന്റിന്റെ പൊതു നിയമനങ്ങളിൽ അവസര സമത്വം, അതൊരിക്കലും ഫോറിനറിനില്ല. ദെൻ 17 പറയുന്നത് എന്താ? അൺടച്ചബിലിറ്റി ആണ്, അത് അവർക്കും ഉണ്ട്, പ്രൊഹിബിഷൻ ഓഫ് അൺടച്ചബിലിറ്റി. ദെൻ ടൈറ്റിൽ ആണ് 18 പറയുന്നത്, അത് അവർക്കും ഉണ്ട്. അതുപോലെ 19 പറയുന്ന ഒരു 6 റൈറ്റുകളുണ്ട്, ഫ്രീഡം ഓഫ് സ്പീച്ച്, എക്സ്പ്രഷൻ, അങ്ങനെ പറയുന്ന ഒരു 6 കാര്യങ്ങൾ, ABCD എന്ന് പറയുന്ന രീതിയിൽ 6 കാര്യങ്ങൾ, അത് നമുക്ക് മാത്രമേ ഉള്ളൂ. എന്തൊക്കെയാ അത്? അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം, അതുപോലെ നിരായുധരായിട്ട് സമാധാനപരമായിട്ട് ഒത്തുചേരാനുള്ള ഒരു സ്വാതന്ത്ര്യം, അസോസിയേഷൻ, അതുപോലെ മൂവ്മെന്റിനുള്ള സ്വാതന്ത്ര്യം, റെസിഡൻസിനുള്ള സ്വാതന്ത്ര്യം, പ്രൊഫഷനുള്ള സ്വാതന്ത്ര്യം, സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. അപ്പൊ അത് ഓരോന്നും നമുക്ക് മാത്രമുള്ളതാ. അഭിപ്രായ സ്വാതന്ത്ര്യം, ആയുധങ്ങളൊന്നുമില്ലാതെ സമാധാനപരമായി ഒത്തുചേരാനുള്ള സ്വാതന്ത്ര്യം, സംഘടനകളും പ്രസ്ഥാനങ്ങളും രൂപവൽക്കരിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇന്ത്യയിലുടനീളം സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇന്ത്യയിൽ എവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇന്ത്യയിൽ ഇഷ്ടമുള്ള ജോലി ചെയ്യുന്നതിനും സ്വന്തമായി കച്ചവടം ചെയ്യുന്നതിനും എല്ലാം, വ്യവസായം ഒക്കെ തുടങ്ങുന്നതിനുള്ള സ്വാതന്ത്ര്യം, ഇതെല്ലാം ആർക്ക് മാത്രം? നമുക്ക് മാത്രമേ ഉള്ളൂ. ആർട്ടിക്കിൾ 19 ഓക്കെ ആണേ. അതുപോലെ ഈ പറയുന്ന ആർട്ടിക്കിൾ 29ഉം 30ഉം നമുക്ക് മാത്രം. 29 പറയുന്നത് എന്താ? ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് 29 എന്ന് പറയുന്നത്, അത് നമുക്ക് മാത്രമേ ഉള്ളൂ. ആർട്ടിക്കിൾ 29 പ്രൊട്ടക്ഷൻ ഓഫ് ലാംഗ്വേജ്, സ്ക്രിപ്റ്റ് ആൻഡ് കൾച്ചറൽ മൈനോറിറ്റീസ്, അത് നമുക്ക് മാത്രം. ആർട്ടിക്കിൾ 30ഉം നമുക്ക് മാത്രമേ ഉള്ളൂ. റൈറ്റ് ഓഫ് മൈനോറിറ്റി ടു എസ്റ്റാബ്ലിഷ് ആൻഡ് അഡ്മിനിസ്റ്റർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, മൈനോറിറ്റികൾക്ക്, ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കാനും നടത്തുന്നതിനുള്ള അവകാശമൊക്കെ ആർക്ക് മാത്രമേ ഉള്ളൂ? നമുക്ക് മാത്രമേ ഉള്ളൂ. സോ ഓർത്തു വെച്ചേക്കാം, വിദേശികൾക്ക് ലഭ്യമായ മൗലികാവകാശം 14, ലഭ്യമാകാത്തത് മാത്രം പഠിച്ചു വെച്ചേക്കാം 15, 16, 19, 29, 30 പഠിച്ചു വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പം ഈ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും തുടർന്ന് പോകാൻ പോകുന്നത്. മാക്സിമം നിങ്ങൾ ഈ പറഞ്ഞതുപോലെ തന്നെ ലക്ഷ്മികാന്തിയുടെ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് കൈകാര്യം ചെയ്യുക. 5 മാർക്കിനുള്ള കാര്യങ്ങളും അവിടെ തന്നെ ഉണ്ട്. അപ്പൊ നമ്മുടെ ചാനൽ വഴി ലോഞ്ച് ചെയ്തിട്ടുള്ള NCERT, SCERT, അതുപോലെ ഈ സ്പെഷ്യൽ ബുക്സുകൾ എല്ലാം അടങ്ങുന്നതിന്റെ ബ്രീഫ് നോട്ട്, അതിന്റെ എല്ലാം തന്നെ ഇതുപോലെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് അടങ്ങിയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ, എക്സാം സീരീസുകൾ, അതുപോലെ കറണ്ട് അഫയേഴ്സ്, ഇംഗ്ലീഷിന്റെ എല്ലാം തന്നെ മോക്ക് ടെസ്റ്റുകളും നോട്ട്സുകളും എല്ലാം നമുക്ക് 699 രൂപയ്ക്ക് അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സ്ആപ്പ് നമ്പർ കൊടുത്തേക്കാം, അതിലേക്ക് ഒരു ഹായ് അയച്ചാൽ മതി. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതിന് വരെ ബൈ.